ഹലോ, ഞാനല്ലേ ഈ സാരി കൊടുത്തിട്ട് എങ്ങോട്ടാന്നല്ലേ ഞാനിപ്പം നിങ്ങൾ കുറേ മീൻസ് ഷോർട്ട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. പുതിയ നേരത്ത് അവിടെ അടുത്തൊരു അമ്പലമുണ്ട്, സിത്തൂല്ലേ, നമ്മളെ സിത്തൂൻ്റെ തറവാട്ടമ്പലമാണ്. അപ്പോൾ അവിടെ ഉത്സവമായിട്ട് ഞങ്ങൾ അവിടേക്ക് പോവുകയാണ്. ഞാൻ ഈ സാരി ഇതിങ്ങനെ കാണിക്കാൻ ഇങ്ങനെ ഫുള്ള് എന്താ പറയുക അഭിനയമായിരുന്നു. ഇത് ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷമുള്ള വീഡിയോ കേട്ടോ. അപ്പം സാരി കാണിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. ഇതില്ലേ ഗോകുലം മോളിൽ മഹാനര എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് മേടിച്ചിട്ടുള്ള ഒരു സാരിയാണ്. അതിൻ്റെ ഒരു ഏകദേശം മാച്ചുള്ള ഒരു ബ്ലൗസ് എനിക്കുണ്ടായിരുന്നു. നല്ല സോഫ്റ്റാണ്. നമ്മൾ ഉടുത്ത പോലത്തെ ഫീൽ ചെയ്യില്ലേ, വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സാരി. നമ്മൾ പറഞ്ഞാൽ പറഞ്ഞിടത്ത് നിൽക്കും, അങ്ങനെ ഒതുങ്ങി ഉടുക്കാൻ പറ്റിയൊരു സാരി. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. 1000 റേഞ്ചേ ഉള്ളൂ അത്. ഭയങ്കര കംഫർട്ടാണ് ആ സാരി ഉടുക്കാൻ, സുസ്മിതമായിട്ട് ഉടുക്കാൻ പറ്റുന്നൊരു സാരി. അതിൻ്റെ മേലെ നമ്മൾ അന്ന് പണ്ട് മിനാർന്ന് പറഞ്ഞില്ലേ ഡിസ്കൗണ്ട് സെയിലിൽ മാല. ഞാൻ അന്ന് അതിന് 40 രൂപയാണ്, 49 എന്തോ ആണ് പറഞ്ഞത്. അല്ല കേട്ടോ, 99 ആണ് ഈ മാലയ്ക്ക്. നല്ല എന്താ പറയുക തിളക്കമുണ്ടായിരുന്നു അതിൻ്റെ ക്രിസ്റ്റൽ ഒരു ഇതിൽ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ സാരിയൊക്കെ കൊടുത്ത് ഇപ്പം എനിക്ക് കുറച്ചൊരു സാരീനോടൊരു ഇഷ്ടം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരുവിധം സ്ഥലത്തേക്കൊക്കെ ഇപ്പോൾ സാരി എടുത്തിട്ടാണ് വേഷം കെട്ടി പോകുന്നത്. അപ്പം രാജോട്ടനെ പോണ വഴിക്ക് സൗമ്യേൻ്റെ വീട്ടിലിറക്കി തരാൻ പറഞ്ഞു. ഞാൻ, സൗമ്യ, ജി ചേച്ചി, അബി അങ്ങോട്ടെത്തും. ജി ചേച്ചി ഞാനും സൗമ്യയും കൂടെയാണ് പോണത്. അപ്പോൾ ഇപ്രാവശ്യം ജി ചേച്ചിയാണ് കാർ എടുത്തത്. അപ്പോൾ എന്നെ അവിടെ ഇറക്കി തന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ്. അപ്പോൾ രാജുവേട്ടൻ, എല്ലാവരും പറയും രാജുവേട്ടൻ ചിരിക്കുന്നില്ല, അങ്ങനെ ഫുൾ ടൈം ഫോണിലാണ്. കാറിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഫോണിലായിരിക്കും അധികം, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബിസിനസ് സംബന്ധമായ കോൾസിലായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ തലങ്കും വിലങ്ങും വീഡിയോ ഒക്കെ എടുക്കുകയാണ് കൂട്ടരെ. ആ ചേട്ടൻ ചിരിക്കുന്ന ഒരു മനുഷ്യൻ, എല്ലാവരും പറയുന്നുണ്ട് ചിരിച്ചു എന്നൊക്കെ. എനിക്ക് ചിരി വരിക കേട്ടിട്ട്. ഫുൾ ടൈം ഇങ്ങനെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ തിരക്കിലൊക്കെ ഇങ്ങനെ ആയിട്ടായിരിക്കും. ഞാനിങ്ങനെ തോണ്ടി വിളിച്ച് ചിരിപ്പിക്കണം, അപ്പോഴൊക്കെ ആയിരിക്കും ചിരിക്കുന്നുണ്ടാവുള്ളൂ. അല്ലാതെ ഒരു പാവം പിടിച്ചൊരു മനുഷ്യനാണത്. അങ്ങനെ ഞാൻ സൗമ്യൻ്റെ വീട്ടിലെത്തി. എല്ലാവരും നല്ല ഭംഗിയിൽ സാരിയൊക്കെ കൊടുത്തിട്ടാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് വേഗം സെൽഫി വീഡിയോസൊക്കെ ഇട്ടു. കാരണം നമുക്കറിയാമല്ലോ നല്ല ചൂട് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ചൂടാണല്ലോ, ഞാൻ പറയാത്ത തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഇനിയിപ്പോൾ അവിടെയൊക്കെ എത്തിയിട്ട് മുടിയൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ പോണേ. അമ്പലത്തിൽ നിന്നൊന്നും ഞാൻ മുടി ഇങ്ങനെ കെട്ടും. അപ്പം ഇനി നിങ്ങൾ പറയണ്ട അമ്പലത്തിലേക്ക് മുടി അയച്ചിട്ട് പോരുത്, എനിക്കറിയാം. പക്ഷേ അമ്പലത്തിൽ അവിടെ കയറുമ്പോൾ ഞാനൊന്നും ഇങ്ങനെ ഒരു മുടി കൊണ്ട് കെട്ടും. അങ്ങനെ ഞങ്ങൾ 3 പേരും കാറ് കയറി പോയി. പിന്നെ സൗമ്യക്കൊക്കെ മുന്നിലിരിക്കേണ്ട സൂക്കേടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഓരൊക്കെ ഫ്രണ്ടിലിരിക്കുകയാണ്. അപ്പോൾ ഓരൊക്കെയല്ല സൗമ്യ. ഞാൻ പിന്നിൽ കുറേ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ ജി ചേച്ചിയാണ് ഡ്രൈവ് ചെയ്ത് പോണത്. സൗമ്യേൻ്റെ അടുത്ത് കൊടുത്തൊരു സെൽഫി വീഡിയോ എടുക്കും, സൗമ്യ എല്ലാവരും ഒന്ന് കാണിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഈ സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ ഒരു കളർ എന്താ അറിയോ, ഒരു ഗ്രീനും ഗോൾഡനും കൂടെ ഉള്ളൊരു ഡബിൾ ഷെയ്ഡിലാണ് വരുന്നത്. പക്ഷെ നല്ല സുഖമുണ്ട് ഉടുക്കാൻ. നമ്മൾ ഗോകുലം മോളിൽ 2nd ഫ്ലോറിലാണ് മഹാനര അങ്ങനെയാണ് അതിൻ്റെ പേര്. അങ്ങനെ അപ്പം നോക്കുമ്പോണ്ട് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ജി ചേച്ചിയുടെ കാറിൽ 3 സുന്ദരികൾ ഇങ്ങനെ കിടക്കുന്നു. കുഞ്ഞു ഉണ്ണിക്കണ്ണന്മാർ, നല്ല രസമുണ്ട്. ഒരു സുന്ദരി ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. അപ്പോൾ അങ്ങനെ എന്തൊരു ചൂടല്ലേ, എന്തോ ഒരു ചൂടാണ് എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ലാത്ത ചൂട്. ഇപ്പോഴേ ഇങ്ങനെ ചൂടാണെങ്കിൽ ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോൾ നമ്മളെന്താവും, കരിഞ്ഞു പോവില്ല എല്ലാവരും. ഈ പുറത്ത് ഈ സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ടോ പാവം. അങ്ങനത്തെ പണിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഈ സ്കൂട്ടറിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ എന്താ ചെയ്യുക, ഒന്നും ചെയ്യാല്ലേ, ജീവിക്കാനുള്ള തത്രപ്പാടിൽ സഹിച്ചല്ലേ പറ്റൂലേ. അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എലത്തൂരാണ് ഈ അമ്പലം. ഞാൻ ഇപ്പോൾ കുറേ ഷോർട്ട് വീഡിയോസ് എല്ലാവരും ചോദിക്കേണ്ടത് എവിടെയാണെന്നൊരു സുന്ദരി സ്ഥലം. അതിൻ്റെ അവിടെയാണ് സിത്തുവിൻ്റെ വീട്. പണ്ട് അവളെ വീട് ഉണ്ടായിരുന്നത് അവിടെയായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് അവർ മാറി. ബീച്ച് ഏരിയ ആണത്, നല്ല രസമുണ്ട്. അപ്പം ഞങ്ങളില്ലേ അവിടെ ഞങ്ങൾ ആ ഭാഗത്ത് എത്തി. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് വണ്ടി എടുക്കാൻ പേടി. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ബ്ലോക്കായി കഴിഞ്ഞാൽ പിന്നെ തിരിക്കാനും മറിക്കാനും പറ്റില്ല. അപ്പോൾ അബി ഇവിടെ കാത്തുക്കുന്നുണ്ട്. അബി ഇവിടെ എത്തിയിട്ട് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങളൊരു അമ്പലത്തിൻ്റെ പറമ്പിലാണ് കാറ് പാർക്ക് ചെയ്തത് കേട്ടോ. അത് ഒരു സുന്ദരി അമ്പലം, പറയാണ്ടിരിക്കാൻ വയ്യ. ഡാൻസൊക്കെ കളിക്കട്ടെ വിചാരിച്ചു. പൊതുവേ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ കോൾ ചെയ്ത്, സോഷ്മിക്ക് വരാൻ പറ്റില്ല. പാലോർമ്മക്കാവിൽ താലപ്പൊലിയായിരുന്നു. അപ്പോൾ സോഷ്മി അങ്ങോട്ട് പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒക്കെ വരാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളൊരു വീഡിയോ കോൾ ചെയ്തതിന് ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു, സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണ്. ഞാനും സൗമ്യ കാറിൻ്റെ ഉള്ളിൽ തന്നെ, അബീൻ്റെ കാറിൻ്റെ ഉള്ളിൽ സോഷ്മിൻ്റെ വീട്ടിൽ നിന്ന് ഒരു വീഡിയോ കോൾ ചെയ്താൽ. അപ്പം ഞങ്ങൾ അവിടെ കാറ് പാർക്ക് ചെയ്തു. തിരക്കാവുമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ കൊല്ലം പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഈ കൊല്ലം അത്ര തിരക്കുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ മാർച്ച് 4th ആയിരുന്നു കേട്ടോ അത്. ആ ദിവസം എന്താ വെച്ചാൽ ഒരുവിധ അമ്പലങ്ങളിലൊക്കെ ഉത്സവമായിരുന്നു, അപ്പോൾ കുറച്ച് കുറവായിരുന്നു. ഇതൊരു സുന്ദരി അമ്പലം, എന്തൊരു ഭംഗിയാണ് അമ്പലത്തിൻ്റെ. അവിടുന്ന് നല്ല ഡാൻസ് ചെയ്ത് പൊളിക്കും. പക്ഷേ വെറുതെ എന്തിനാണ് നമ്മൾ വിളിച്ചു വരുത്തുന്നത്, ഓരോ ദോഷം എവിടേക്ക് പാടുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ റിസ്ക് എടുക്കേണ്ട വിചാരിച്ചു. ഞാൻ ഓട്ടപ്രദക്ഷിണം പിടിച്ചിട്ടൊന്ന് വീഡിയോ ഇങ്ങനെ എല്ലാവർക്കും ഒന്ന് കാണിക്കാൻ വേണ്ടി. നല്ല ഭംഗിയുള്ള അമ്പലം. എന്നിട്ട് ഞങ്ങളിങ്ങനെ നടന്നു മന്ദാകിനികളായിട്ട്. എല്ലാവരും നോക്കുന്നുണ്ട്, പറയാണ്ടിരിക്കാൻ വയ്യ. കത്തിവേഷമാതിരി മസ്കാരയും ഐഷേഡോ ഒക്കെ ഇട്ടിട്ടാണ് പോകണം. എൻ്റെ മാലയും ഒക്കെ കൂടെ കണ്ടില്ലേ, വെറൈറ്റി ആയിരിക്കണം നമ്മളെപ്പോഴും. അങ്ങനെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്.
ആൾക്കാർ നോക്കും മുടിയൊക്കെ കഴിച്ചിട്ട് അമ്പലത്തിൽ പോവുക എന്നൊക്കെ പറയുമ്പം പിന്നെ ഇങ്ങനെ നല്ലോണം ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പോവല്ലേ. ഇപ്പോൾ എവിടെ പോവുകയാണെങ്കിലും ചമഞ്ഞ് ഒരുങ്ങി പോകണം. അതാണ് അത്. നിങ്ങൾ ആരും ഇനി നെഗറ്റീവ് പറയാൻ നിൽക്കണ്ട കേട്ടോ. അങ്ങനെയാണ്, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരുങ്ങിക്കോട്ടെ അല്ലേ, എന്തിനാ നമ്മൾ പറയാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഒരുങ്ങുക. ഇനി ഇപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ മാലയൊക്കെ ഇട്ടു. എനിക്കറിയാം ആ മാല ഇട്ടപ്പം എല്ലാവരും എന്നോട് ഇത് വേണോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിഷ്ടമായിരുന്നു അത്, അതുകൊണ്ട് ഞാൻ ഇട്ടു. അപ്പോൾ അതൊരു വലിയ മാല, അതിനെ അങ്ങനെ 3 ഇതിൽ ഇങ്ങനെ ഇട്ടു. നല്ല രസം, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ സാറ്റിസ്ഫൈഡായി. ഇങ്ങനെ കണ്ണാടി നോക്കിയിട്ട് നമ്മളാണ് എന്താവേണ്ടത്, സാറ്റിസ്ഫൈഡ് ആവുന്നത് അല്ലേ. പിന്നെ ബാക്കി നമുക്ക് നമ്മളെ ഫ്രണ്ട്സൊക്കെ പറയുമ്പോൾ നമ്മളൊന്നും കൂടി ഹാപ്പിയാവും. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഡ്രസ്സിങ്. എനിക്ക് ആ സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ പറഞ്ഞ മാതിരിയില്ലേ, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ക്ലോത്ത്, അവിടെ കിടക്ക് പറഞ്ഞാൽ അവിടെ തന്നെ. അങ്ങനെ ഉണ്ടാവില്ല, ഇങ്ങനെ പാറിപ്പറന്ന് ചെറുത്ത് നിൽക്കില്ല, ഇങ്ങനെ ഇങ്ങനെ മേല് തൊടാതെ നിൽക്കുന്ന സാരികൾക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ ഒട്ടി നിൽക്കണം സാരി, എന്നാലാണ് ഒരു ഭംഗി ഉണ്ടാവുക. ഉടുത്താലൊരു ഭംഗി വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്ലോത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്ലോത്തിൻ്റെ പേര് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതന്നെ 1000 റുപ്പീസേ ഉള്ളൂ. അവിടെ ഞാൻ വേറൊരു സാരിയും കൂടെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അത് ഞാനൊരു ദിവസം ഇതേമാതിരി ഇടുമ്പം എവിടേക്കെങ്കിലും ഉടുക്കുമ്പോൾ ഞാൻ കാണിച്ചിരുന്നതായിരിക്കും. ചേച്ചി അവിടെ നിന്നൊരു സാരി വാങ്ങിച്ചു. നല്ല കളക്ഷൻ ഉണ്ട്, ഒരുപാടില്ല, പക്ഷേ ഉള്ളതൊക്കെ സുന്ദരി നല്ല കളക്ഷൻ. 1000-ൻ്റെതും ഉണ്ട്, 18,000-ൻ്റെ ഉണ്ട്. അങ്ങനത്തെ റേഞ്ചിലുള്ള സാരികളുണ്ട്. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. 1000, 1500, 1200 ഒക്കെ രസമുള്ള സാരികളുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോൾ വൻ ക്യൂ ആണ് അവിടെ. എന്താ പറയുക, ഊണ് കഴിക്കാനുള്ള ക്യൂ ആണ്. സൗമ്യനൊക്കെ കണ്ടില്ലേ, പുറമൊക്കെ വിശാലമായി ചിത്രം വരയ്ക്കാനും എഴുതി പഠിക്കാനും മാത്രം വലിപ്പമുള്ള പുറമാരായാലും ഒന്നും നോക്കി പോകാനും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടായ വേഷം. എന്തൊക്കെയായാലും സാരില്ല, ഞങ്ങളിവിടെ ചെരുപ്പൊക്കെ കഴിച്ചിട്ടു. അപ്പോൾ അവിടെ ഈ ഉച്ച സമയത്തൊരു തിറ ഉണ്ട്. എന്താ തിറ എന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, തിറേൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ കാവൽ ഉത്സവം ഉണ്ടാവാറുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. ഞാനിങ്ങനെ തിറേൻ്റെ പേര് അറിഞ്ഞുകൂടാ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഓ ഇവിടെ ആരായിപ്പോയി, അല്ല. ഞാൻ ഇതേപോലത്തെ കാവും നാഗത്താൻ കോട്ടയും തിറയും ഒക്കെ ഉള്ള നാട്ടിലുള്ള എൻ്റെ അമ്മേൻ്റെ തറവാട്ടിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഓരോ നാട്ടിൽ ഓരോ തിറയ്ക്ക് ഓരോ പേരുണ്ടല്ലോ, അതെനിക്ക് അറിഞ്ഞൂടാ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സിത്തു അവിടെ സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട്. സിത്തുവിൻ്റെ തറവാട്ടമ്പലാട്ടോ. ഓരോ കൊല്ലം ഓരോ ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുള്ള മാലയൊക്കെ ഞാൻ സൂം ചെയ്തതാ എടുക്കുക. നല്ല രസമാണ്, നല്ല ഭംഗിയിലാണ്. അവരുടെ കുടുംബക്കാരൊക്കെയാണത്. അപ്പോൾ അവരൊക്കെ വിളമ്പാനൊക്കെ നിൽക്കുകയാണ് അവിടെ. നമുക്കൊരു രസമാട്ടോ നമ്മളെ തറവാട്ടിൽ ഒരു ഉത്സവം, നമ്മളെ സ്വന്തം ആയിട്ടുള്ളൊരു സംഭവം ആയിരിക്കുമല്ലോ അത്. ഇപ്പം ഞങ്ങളെ കാവിനൊക്കെ കഷ്ടമാണ്. അപ്പോൾ എന്തൊക്കെയോ കേസിലൊക്കെ ആയിട്ട് ഉത്സവം നടക്കുന്നില്ല, ഭയങ്കര സങ്കടമുണ്ട്. ഇതേമാതിരി കുംഭത്തിലെ 2ാമത്തെ വെള്ളിയാഴ്ച വ്യാഴവും വെള്ളിയാണ് ഞങ്ങളെ കാവിൽ ഉത്സവം. അതൊക്കെ മിസ് ചെയ്തു. ആ ചെണ്ടകൊട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലായിരുന്നു. അതൊക്കെ പറയാൻ ഒരുപാടുണ്ട്, ഞാൻ പറയാൻ വേണ്ടി വരുന്നതായിരിക്കും. ഞങ്ങളെ കാവിനും ഞങ്ങൾ കാവിൽ ഉറക്കൊഴിയാനൊക്കെ പോകണം. അതൊക്കെ പോട്ടെ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുന്ന എടുക്കാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായിരുന്നില്ല. സിത്തുക്കെ ഭയങ്കര ബിസിയായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നു. പിന്നെ എന്താ പറയുക, നമുക്ക് മടുക്കുക, എന്തൊരു ചൂട്. പിന്നെ അവിടെ ഈ ഇത് വയ്ക്കുമല്ലോ, എന്തായാലും പറയുക, മേലരി കൂട്ടുക എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഈ തടിക്കഷ്ണങ്ങൾ വെച്ചിട്ട് കത്തിച്ചിട്ട് അത് കൂടെ അങ്ങനെ വെളിച്ചപ്പാടും തിരക്ക് ഓടുമല്ലോ. ഞങ്ങളവിടെ മേലരി കൂട്ടുക എന്നാണ് ഇതിന് പറയുക. എല്ലാ സ്ഥലത്തും അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും വേണ്ടില്ല, അങ്ങനെയൊക്കെ മൊത്തത്തിൽ നല്ല ചൂട്. ഉച്ചയാണ്, ഞങ്ങൾ ഊണ് കഴിക്കാനും കൂടിയിട്ട് പോയതാണ്. അപ്പോൾ വേഗം എന്താ പറയുക, അവിടെയൊക്കെ തൊഴുതു, നല്ല ഭംഗിയിൽ തൊഴുത് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. അവിടെ ഇരുന്നു, തണലത്ത് പന്തലിട്ടുണ്ട് അവിടെ. അപ്പോൾ സിത്തു ഞങ്ങളോട് പറഞ്ഞു സൈഡിൽ കൂടെ വന്നാൽ 4 പ്ലേറ്റ് തരാമെന്ന്. ഷെയോ, എങ്ങനെ ഉടുത്തൊരുങ്ങി പോയിട്ട് എന്താ കാര്യം, അവിടെ വലിയ ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ, പാവം. പക്ഷേ ക്യൂ വേഗം നീങ്ങുന്നുണ്ട്. അപ്പോൾ സൗമ്യ പറഞ്ഞത് നമുക്ക് മടി, ആൾക്കാരെന്ത് വിചാരിക്കും. പക്ഷേ ആൾക്കാരൊന്നും പറഞ്ഞില്ല. ഞങ്ങളെ കണ്ടിട്ടാണോ അല്ലെങ്കിൽ ഇത് ഈറ്റിങ്ങളൊക്കെ എവിടുന്നായി ചില വരുന്നതെന്ന് കണ്ടിട്ടാണോ എന്ന് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളെന്തോ ഞങ്ങളവിടുത്തെ കുടുംബക്കാർ എന്നുള്ള രീതിയിൽ പാഞ്ഞറിയാത്ത അരി പ്ലേറ്റ് എടുത്തിട്ട് പോയി. ഷിയോ, എങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് പോയിട്ട് എന്തായാലും കാര്യം. എന്തായാലും അവിടുന്ന് ചോറൊക്കെ ഉണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണം കേട്ടോ. പാവം ചേച്ചിക്ക് എടുത്തതാണ് ആ വീഡിയോ. ഞാൻ മുടിയൊക്കെ കഴിച്ചിട്ട് ഈ ചോറിനാണ് എൻ്റെ ഇടയ്ക്കൂടെ പോയി കഴിഞ്ഞിട്ട് ആൾക്കാർ ഇനി വെറുതെ എന്തെങ്കിലും പറയണ്ട വിചാരിച്ചിട്ട്, മുടി എങ്ങാനും വീണ മോശമല്ലേ. അപ്പം ഞങ്ങൾ ആദ്യം ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞു. എന്നിട്ടാണ് അതുകൂടെ ചേച്ചി ഒന്ന് പോയിട്ട് എല്ലാവരും ഒന്ന്, നല്ല ക്യൂ ആയിരുന്നു. നല്ല ചോറായിരുന്നു കേട്ടോ, മീൻസ് സദ്യയായിരുന്നു. ചോറുണ്ട്, സാമ്പാറുണ്ട്, രസമുണ്ട്, കൂട്ടുകറി ഉണ്ട്, അവിയലുണ്ട്, പിന്നെ പുളിയിഞ്ചി ഉണ്ട്. ഞങ്ങൾ മുളകാ പച്ചടിയും പുളിയിഞ്ചിയും രണ്ടാണ്. അതൊക്കെ ആയിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം വരാം. മുളകാ പച്ചടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. മുളകാ പച്ചടിക്ക് മധുരം ഉണ്ടാവും, സെയിം കളറായിരിക്കും. പുളിയിഞ്ചിക്ക് പുളിയായിരിക്കും കൂടുതൽ. ഞങ്ങളിവിടെ മുളകാ പച്ചടി ഉണ്ടാക്കാറുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ മേലും ഞാനൊരു ദിവസം അമ്മേനെ കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആരൊക്കെയോ അത് കൂട്ടിയിട്ട് പറഞ്ഞു, ചില ആൾക്കാരൊന്നും അത് ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല, ഞാൻ പറയാം. എന്തായാലും പുളിയിഞ്ചി ഉണ്ട്, പപ്പടം ഉണ്ട്, ഉപ്പേരി ഉണ്ട്, ഒക്കെ ഉണ്ട്.
അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പുറത്ത് പോയിട്ട് ഞങ്ങൾ ഒരു തണലൊക്കെ നോക്കി ഇരുന്നിട്ട് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്ന് ചോറുണ്ട്. കൈ കഴുകിയപ്പം അവിടുത്തെ ഒരാൾ അബീനോട് പറഞ്ഞു, നിങ്ങൾ വരുന്നപ്പം എമ്മാരി ലുക്കായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നും കാണാനില്ലല്ലോ എന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല, കൊണ്ടൊക്കെ കെട്ടി ചോറിനാൻ പറ്റണ്ടേ. അപ്പോൾ ഇല്ലേ, ലുക്കേ മാറിപ്പോയി, വന്ന ഭംഗിയേ ഇല്ല, തിരിച്ച് വേർത്തൊട്ടിയിട്ട് എൻ്റെ അച്ഛോ. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കണ്ട അല്ലേ വിചാരിച്ചിട്ട് ഇവൻ മുടി കെട്ടിയിട്ടേ ഇല്ലേ, നേരത്തെ ചത്ത് ചൂടെടുത്ത് ചത്താലും വേണ്ടില്ല, മുടിയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ തന്നെ നിന്നു ഞാൻ. പിന്നെ അതാ കണ്ടോ പാവം ചേച്ചി വീഡിയോ ഒക്കെ എടുത്തിട്ട് വരിക. then ഞങ്ങളപ്പോഴത്തേക്ക് കഥ പറഞ്ഞ് കാറിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ കഥ പറഞ്ഞു. കുറേ കാലത്തിൻ്റെ ശേഷമാണ് ഞങ്ങൾ 6 പേര് കൂടിയത് കേട്ടോ. എന്നറിയോ, ഇന്നല്ല, ഇന്ന് സോഷ്യമില്ല. അപ്പോഴത്തേക്കും പൊതുവേ ഞങ്ങൾ അങ്ങനെ കൂടാറില്ല, അപൂർവമായിട്ടാണ് 6 പേര് ഉണ്ടാവുക. ഈ 6 പേര് കൂടിയാണ് ഞങ്ങൾ വെറുതെ ഒരു ഗോകുലം മോളിൽ വെറുതെ ഒന്ന് പോയിട്ട് കുറച്ച് മുകളിൽ പോയി ഫുഡ് കോർട്ട് പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചിറങ്ങുമ്പോഴാണ് ഞാൻ ഈ ഷോപ്പ് കണ്ടത്. ഞങ്ങൾ ആരോ ഒന്ന് പറഞ്ഞു, ചേച്ചിയാണോ ആരോ ഒന്ന് പറഞ്ഞു പുതിയൊരു ഷോപ്പുണ്ട്, ആ ചേച്ചിയാണ് പറഞ്ഞത്, പോയി നോക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാ. അപ്പോൾ നല്ല സാരി കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ്. അതിലൊന്നാണ് ഈ സാരി. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതിനിടെ കൂടെ ഈ സാരീൻ്റെയും കൂടെ പറയണ്ടേ, അതാണ് ഇടയ്ക്ക് കയറി സാരി വരുന്നത്. അപ്പോൾ കണ്ടോ സാരി. പിന്നെ ഞാൻ ആ ഇടവഴി കണ്ടപ്പോൾ നല്ല പണ്ടത്തെ ഓർമ്മകൾ ഉണർത്തുന്ന ഇടവഴികൾ. എനിക്ക് പന്തിരങ്കാവൊക്കെ മിസ് ചെയ്തു. പക്ഷേ ഇങ്ങനെ മതിലാവില്ല, വേലിയായിരിക്കും. വേലി അറിയില്ല നിങ്ങൾക്ക്, വേലി കെട്ടുക. അപ്പോൾ അത് കൂടെ പോയപ്പം ഞാൻ പറഞ്ഞു അഭിനയിക്കാം. ഞങ്ങൾ തകൃതിയിൽ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. ഇനി ഓരോ വീഡിയോ ഒക്കെ വരും, നിങ്ങൾക്ക് കാണാം. പുറത്തൊക്കെ ഉണ്ടാവും എൻ്റെ കൂടെ ഉള്ള നിങ്ങളൊക്കെ വീഡിയോ ഉണ്ടോ, എല്ലാവരും അങ്ങോട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ ഒരു പറഞ്ഞു എന്തായാലും വേണ്ടില്ല സുമലത, ഞാൻ ആ പൂമാനമേ എടുക്കാൻ വിചാരിച്ചിട്ട്, ഇങ്ങനെയൊന്നല്ല, ഞാൻ എന്തൊക്കെയോ വിചാരിച്ചിട്ടായിരുന്നു അത് എടുക്കണം പറഞ്ഞാൽ. എൻ്റെ ഫ്രണ്ട് ഉണ്ട് റംന, അവൾ എപ്പോഴും പറയുന്നതാണ് നീ ഒന്ന് പൂമാനമേ ചെയ്യൂ. എന്നോടും പ്രജിനവും കൂട്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷേ പ്രജിനെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തൽക്കാലത്തേക്ക് ഇപ്പോൾ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാം. അങ്ങനെ ആ ഇടവഴി കൂടെയൊക്കെ പോയി നടന്നു. നല്ല രസമുണ്ട് ആ ഭാഗമൊക്കെ. നണ്ടൊരു എന്താ ഇപ്പോൾ പറയുക, എനിക്ക് കുറേ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഒരുപാട് സംഗതികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇത് എലത്തൂർ പുതിയ നിരത്ത് പറഞ്ഞ സ്ഥലം. ഇത് കണ്ടോ എന്തൊരു സുന്ദരി സ്ഥലമാണ്. ഞങ്ങൾ അത് കൂടെ ആ ചവലയിൽ കൂടെ നടക്കുന്ന ശബ്ദം കേൾക്കാൻ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. അതൊക്കെ നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ചവലയിൽ കൂടെ നടക്കുന്ന ശബ്ദം, പണ്ട് രാജാക്കന്മാർ നടക്കുമ്പോൾ ഒരു ക്ർ 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 എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് ഉണ്ടാവില്ലേ ഷൂവിൻ്റെ, അതൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു അതേമാതിരി വെള്ളത്തിൻ്റെ കുറച്ചിങ്ങനെ ഈ വഴുക്കുള്ള ഭാഗമല്ലേ, അത് കൂടെ ഇങ്ങനെ ഈ ഒരു സാൻഡക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സാൻഡക്കിൻ്റെ ചെരുപ്പ്, പണ്ടത്തെ കാലത്തുള്ള ചെരുപ്പാണ്. മഴയത്തൊന്നും നനഞ്ഞാലൊന്നും ആവില്ല, ആ ചെരുപ്പിട്ട് നടക്കുമ്പോൾ ഒരു സൗണ്ട് വരും. ഇങ്ങനത്തെ സൗണ്ടൊക്കെ കേൾക്കാൻ എനിക്കിഷ്ടമാണ്. ഇങ്ങനത്തെ അസുഖമുള്ള ആൾക്കാർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ മോൻ അതന്നെ കിട്ടിയിട്ടുണ്ട് ആദിക്ക്. ഇങ്ങനത്തെ ചില സൗണ്ടുകൾ, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കുറച്ച് സൗണ്ടുകൾ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് അവിടെ വേഗം തൊഴുത് ചോറൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾ അവിടെ ബീച്ചിൽ പോയിട്ടിരിക്കുക. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് പാവം സിത്തു വഴി കാണിച്ചു. ഇപ്രാവശ്യം ഞങ്ങൾക്ക് സിത്തു വഴി കാണിച്ചു തരേണ്ട ആവശ്യം വന്നില്ല, ഞങ്ങൾ എന്നെ പറന്നുപോയി. തൊട്ടടുത്ത അവളെ വീട്. ഇങ്ങനെയാണ് ഇവർ കളിച്ച് വളർന്ന സ്ഥലം. ഇതൊക്കെയാണ് എന്തൊരു ഭംഗിയാണ് കാണാൻ, പറയാണ്ടിരിക്കാൻ വയ്യ ഭംഗിയോണ്ട്. എനിക്കെന്താ അങ്ങനെ പറയാൻ, പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ, ഭയങ്കര പ്രൈവസി. ഒരു മനുഷ്യൻ്റെ കുട്ടികളില്ല, എപ്പോഴെങ്കിലും 1-2 ആൾക്കാരായി കൂടിയൊക്കെ നടന്നാലായി. കാരണം സാധാരണ അവർക്ക് കണ്ടു മടുത്തു. അല്ലാതെ പുറത്തുള്ളവർ പെട്ടെന്ന് കണ്ടുപിടിക്കപ്പെടുന്ന ഒരു സ്ഥലമല്ല അത്. ഭയങ്കര രസമുണ്ടായിരുന്നു. ഞങ്ങളൊരു തെങ്ങും ചോട്ടിലിരുന്നു. ഓരോടൊക്കെ ഞാൻ പറഞ്ഞതാണ് സാരിയൊക്കെ വൃത്തിയിലിരുന്നു. ഞാൻ എന്താ പറയുക, എഡിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ശ്രദ്ധിക്കുക പോലും ഉണ്ടാവില്ല. പിക്ചർ നോക്കാതൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുക. എൻ്റെ വോയിസ് ഒരു വഴിക്കും പിക്ചർ വേറെ വഴിക്കൊക്കെയും പോവുക. അപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ ഞാനിതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരുടെ സാരി മാറിയിട്ടുണ്ടാവും, അങ്ങനെ അപ്പോൾ എനിക്ക് ചീത്തയാണ്. എൻ്റെ സാരി മാറി, അത് ശ്രദ്ധിച്ചില്ല. ഞാൻ പറഞ്ഞു ദയവ് ചെയ്ത് നിങ്ങൾ ഞാൻ വീഡിയോ കൊണ്ടുവരുമ്പോൾ തന്നെ ഡ്രസ്സിങ് ശരിയാക്കിയിരിക്കൂ. ഞാനതൊന്നും നോക്കാതെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യും, പിന്നെ എനിക്ക് ചീത്ത വെക്കും. പിന്നെ എനിക്ക് അഭിനയിക്കണം, പാഞ്ഞ് ഞാൻ അവിടെക്കൂടെയൊക്കെ നടന്നു. എന്തൊരു ഭംഗി, ഞങ്ങൾ കാണേണ്ട സ്ഥലമാണ് കേട്ടോ, പൊളി സ്ഥലം. ഒരു വീഡിയോ ഷൂട്ടിനും ആൽബം ഷൂട്ടിനും പറ്റുന്നൊരു സ്ഥലം. കുറച്ചൊരു വീഡിയോഗ്രാഫി ഇൻട്രസ്റ്റ് ഉണ്ട് അതിനെപ്പറ്റി ഞാനുള്ള ആൾക്കാരാണെങ്കിൽ പൊളിക്കും. അപ്പോൾ അവിടെ കുറച്ച് പ്രാവിൻ്റെ കൂടൊക്കെ എന്തൊക്കെയോ ഉണ്ട് അവിടെ, നല്ല രസമുണ്ട് കാണാൻ. സിത്തൂരൊക്കെ മടുത്ത സ്ഥലം, കാരണം അവർക്കൊക്കെ അത് കളിച്ച് വളർന്ന സ്ഥലം അത്രേ. എനിക്കിത് കണ്ടിട്ട് അവിടെ നിന്ന് വരാനേ തോന്നില്ലേ. നട്ടാപ്പൊരു വെയിലാണ് കേട്ടോ. എൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു ലൈവൊക്കെ പോകാൻ വിചാരിച്ചു. ഞാൻ വലിയ സ്റ്റൈലാക്കി എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ലൈവ് പോയതാണ് ഞാൻ. ഇൻസ്റ്റാഗ്രാമിലല്ലേ പോയി, അതെ. എനിക്കത് ഞാൻ ആദ്യമായിട്ട് പോയി അവിടെ റേഞ്ചും കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനത് ഫുള്ള് ബ്ലർ, ഞാനത് സേവ് ചെയ്ത് ഷെയർ ചെയ്തു. പക്ഷെ നോക്കുമ്പോൾ ബ്ലറായിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. കുറേ കാലത്തിന് ശേഷം ഫസ്റ്റ് ടൈം ചെയ്തുകൊണ്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. നല്ല ഭംഗിയില്ല, അതൊക്കെ കാണിച്ചു തരാൻ വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ലൈവ് പെട്ടെന്ന് വന്നത്. അപ്പോൾ അങ്ങനെ അവിടെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അവിടെ നിന്ന് പോരാനേ ഞങ്ങൾക്ക് തോന്നുന്നില്ല, അത്ര ഭംഗിയുള്ള സ്ഥലം. അതിൻ്റെ ഇടയിൽ കണ്ടോ മറ്റേ ഇങ്ങനെ ഒരു 2 ഓട്ടകൾ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പിന്നെ കടൽ വെള്ളം തെറിച്ച് വരത്തില്ല. അതൊക്കെ എന്ത് രസമാണ് കാണാൻ. അതായത് അതിൻ്റെ താഴേക്ക് ഇങ്ങനെ വെള്ളമാണ്. ഞങ്ങൾ താണു പോകുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതൊന്നും ഉണ്ടാവില്ല, ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാൻ.
പൊളി സ്ഥലം കേട്ടോ. അത് എനിക്കില്ലേ നന്നായിട്ട് വീഡിയോ എടുക്കാൻ അറിയുന്ന, ക്യാമറ യൂസ് ചെയ്യാൻ അറിയുന്നവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുണ്ടല്ലോ, തകർത്തേനെ. അത്ര പൊളി സ്ഥലം. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് രാജുവേട്ടന് ഇതിലൊരു ക്രേസ് ഇല്ലാത്ത ഒരാളാണ്. അതായത് വീഡിയോ എടുത്ത് തരിക, ഫോട്ടോ എടുത്ത് തരിക. 1-2 ഫോട്ടോ എടുത്ത് ഇവിടെ ശരിയല്ല പറഞ്ഞാൽ തന്നെ മുഖം മാറും, ദേഷ്യം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് രാജുവേട്ടൻ ഈ ഒരു കാര്യത്തിൽ നല്ലൊരു പാർട്ട്ണറല്ല. അതായത് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി. ഞാൻ രാജുവേട്ടനോട് പറയും, രാജുവേട്ടൻ കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പൊളിച്ചേനെ. ഞാൻ എപ്പോഴും പറയേണ്ടതാണ്. ഇത്തിരി ഒരു ഇൻട്രസ്റ്റ് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ തകർക്കുമായിരുന്നു. പക്ഷേ ഇല്ല. അപ്പോൾ എൻ്റെ കൂടെ വന്നവർക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ആവറേജിൽ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ പാറുക്കുട്ടി ഉണ്ടാവണം, അല്ലെങ്കിൽ പ്രജിൻ വരണം. അവരൊക്കെ പൊളിച്ച് അടിപൊളിയിൽ എടുത്തരും വീഡിയോസൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ എല്ലാവരും ആ ഓട്ടേനടുത്ത് നിന്നിട്ട് വീഡിയോ എടുക്കുക. ബാക്കിൽ നോക്ക് തിരകൾ അടിച്ച് മറിഞ്ഞ് വരുന്നു. പക്ഷേ ഭയങ്കര രസമുണ്ട് കേട്ടോ, ഭയങ്കര ഭംഗിയുള്ള സ്ഥലം. അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി സാരിയൊക്കെ എടുത്തിട്ട് ഞാൻ 2-3 വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോഴാണ് അതിന് വലിയൊരിത്. പക്ഷേ ഇപ്പം അടുത്ത് നടന്ന സംഭവമാതിരിയാണ് അത് ആലോചിക്കുമ്പോൾ. എന്ത് വേഗമല്ലേ, പറക്കുകയാണ് ദിവസം. ഒന്നും പറയണ്ട, പ്രായം കൂടി വരികയാണല്ലോ ഈശ്വര. എന്തായാലും വേണ്ടല്ലോ. അപ്പോൾ മാക്സിമം എല്ലാവരും അടിച്ചു പൊളിച്ചിട്ട് പ്രായം കൂടി വരികയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. കടൽ തീരത്തോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കുറേ ഫോട്ടോയും ചിരിച്ച് നിൽക്കാം. നമുക്ക് ആവണ കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയ്യാണ്ട കിടക്കുമ്പോൾ ഈ ഫോട്ടോസ് കണ്ട് ചിരിച്ചിരിക്കാമല്ലോ. അപ്പോൾ എന്തായാലും വേണ്ടില്ല. അപ്പോൾ ഇങ്ങനെ അപ്പം അതന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉയിരേ എന്നുള്ള പാട്ടൊക്കെ ചെയ്യാൻ തോന്നി. പിന്നെ ഏതൊക്കെയോ പാട്ടുകൾ, അതൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അഭിനോട് പറയും കേട്ടോ, ഓരോ സ്ഥലം കണ്ട് ചാലും എനിക്ക് വേണമെങ്കിൽ ഞാൻ വീഡിയോ എടുത്തരാം, നീ എന്തെങ്കിലും ഡാൻസ് ചെയ്തോന്നു. എനിക്കൊരു കുന്തും ഓർമ്മ ഉണ്ടാവില്ല, എന്ത് ചെയ്യാനാ ഏത് വീഡിയോ, ഇങ്ങനെ കൺഫ്യൂഷനാണ്. അത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും ഈശ്വര അത് ചെയ്യായിരുന്നു ഇത് ചെയ്യായിരുന്നു എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ വരിക. കണ്ടോ അങ്ങനെ ഈ സ്ഥലം കാണൂ, എൻ്റെ വർത്തമാനത്തിൽ ലയിച്ചിരിക്കുകയും വേണ്ടെങ്കിൽ ഈ സ്ഥലം കാണൂ. എന്തൊരു ഭംഗിയാലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. തൊട്ടടുത്തൊക്കെ വീടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നും മഴക്കാലമൊക്കെ കടൽ കയറി കഴിഞ്ഞാൽ ആ വീടിൻ്റെ ജനലിലൊക്കെ വന്ന് കടൽ വന്നിട്ട് മുട്ടും. അത്രയ്ക്ക് അടുത്ത വീടുകൾ. പക്ഷെ അവർക്കൊന്നും അതൊരു വിഷയമല്ല കേട്ടോ. നമുക്കതൊരു പേടിയാവും. ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ടെൻഷനാണ്. അപ്പോൾ അങ്ങനെ. അപ്പോൾ അപ്പുറത്തുനിന്ന് ഇവർ വേറെ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ തലങ്ങും വരയ്ക്കും സെൽഫി വീഡിയോസ് കുറേ എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് അവിടെ ഉണക്കാനിട്ടതിന് ശേഷം അത്ര കരിഞ്ഞുണങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഞാൻ സിത്തു വിളമ്പുന്നൊക്കെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അതൊക്കെ ഇങ്ങനെ എടുക്കണം. അപ്പോൾ സിത്ത് ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നുണ്ടോ എനിക്കൊരു സംശയം. ഉണ്ടോ വല്ലാണ്ട് ആത്മാർത്ഥത കൂടിയൊക്കെ. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. സ്ഥിരമായിട്ട് ഇവരിങ്ങനെ കുറേ കുടുംബക്കാരൊക്കെ കൂടെ നിന്നിങ്ങനെ ഫുഡ് വിളമ്പണമൊക്കെ. കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ കഴിഞ്ഞ കൊല്ലമാണ് ഫസ്റ്റ് ടൈം വരുന്നത്. ഇത് 2ാമത്തെ കൊല്ലം. അപ്പോൾ അങ്ങനെ എന്തോ ഇവിടെ ഞങ്ങളോട് ഡാൻസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം. അത് ഞങ്ങൾക്ക് നടന്നിട്ടുണ്ടായിരുന്നില്ല. ഈ കൊല്ലം എന്തോ ഡാൻസ് ഇല്ല എന്ന് പറഞ്ഞു, പെട്ടെന്ന് ഉണ്ട് പറഞ്ഞു. അങ്ങനെ എന്തോ ഒരു കൺഫ്യൂഷനായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ നല്ല ക്യൂ ആണ്. അടുത്തുള്ള ആൾക്കാരും സ്കൂളിലെ കുട്ടികളൊക്കെ വന്നിട്ട് ഊണ് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ പൊതുവെ എല്ലാ അമ്പലങ്ങളിലും അന്നദാനം പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് സിത്തുവിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ഐശ്വര്യ എന്നാണ് പേര്. ഐശു എന്നാണ് വിളിക്കുക. അത് സിനി, അപ്പുറത്ത് അശ്വതി. അവർ ഭയങ്കര കൂട്ടാണ്. അതായത് സിത്തു, അശ്വതി, ഐശ്വര്യ, സിനി, ഇവർ 4ഉം ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോൾ പിന്നെ സിത്തു ഞങ്ങളെ ഭയങ്കര ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവരൊക്കെ ആയിട്ട് കണക്ഷനായി. അതായത് കാണുമ്പം ഭയങ്കര നല്ല രസമായിട്ടുള്ള വർത്താനം, ചിരിയും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് ഇങ്ങനെ ചിരിച്ച് കളിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതന്നെ. അത് കഴിഞ്ഞ് അവരവിടെ നിന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി മതി, ഇനി പോട്ടെ പറഞ്ഞു. ടാറ്റയൊക്കെ പറഞ്ഞ് പോണ വഴിക്ക് ഞങ്ങളവിടെ ഐസ്ക്രീം കണ്ടു. ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഇതൊക്കെ ഒരു രസമല്ലേ, എന്തോ ഒരു രസമല്ലേ. എന്തൊക്കെയോ മിസ് ചെയ്യാണ് കൂട്ടരെ. ഐസ്ക്രീമും ഐസും ഒക്കെ കാണുമ്പോൾ പണ്ടൊക്കെ എന്തൊക്കെ രസമുള്ള തേൻകുഴലും ആ മിഠായി, കളർ മിഠായിയൊക്കെ. ഇപ്പോൾ ഒക്കെ മോഡേൺ ആയിപ്പോയി. എന്നാലും വേണ്ടില്ല, കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ നടന്ന് പറന്ന് കാർ കയറി. ചൂടെടുത്തിട്ട് കാർ കയറിയപ്പോൾ ഞാൻ വേഗം മുടി കൊണ്ട കെട്ടി. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അബീൻ്റെ വീട്ടിലേക്ക് പോയി. ഞാനും ചേച്ചിയും സൗമ്യയും നേരെ ഇവിടേക്ക് വീട്ടിലേക്ക് വന്നു. സൗമ്യൻ്റെ വീട്ടിലിറങ്ങി. ഞാൻ അവിടെ നിന്ന് ഓട്ടോന് നേരെ വീട്ടിൽ വന്നു. എൻ്റെ ഭഗവാനെ ഇവിടെ അങ്ങോട്ട് കിടന്നില്ല. കുറച്ച് നേരം ഇരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഈശ്വര ആ സാരി കാണിക്കണോ. അതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ. സാരി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിലങ്ങും വിലങ്ങും അങ്ങനെ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ പോയതാണോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാൻ പോയതാണോ ചോദിച്ചേക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇങ്ങനെയൊക്കെയാണ്. ഒരു ലക്ഷ്യം വെച്ച് പോയെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയോ ആയിട്ടാണ് വരൽ. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ സിത്തുവിൻ്റെ വീട്ടിൽ ഉത്സവത്തിന് പോയ കഥ. ഇനി ഞാൻ വേറെ എൻ്റെ എന്താ പറയുക ഒരു കഥ ഉണ്ട്. പന്തിരങ്കാവിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. നാഗത്തിന് കൊടുക്കലിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട്. അതൊക്കെയായിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.